Good morning friends. I am Avani Sugu. ഞാനിന്ന് എടുക്കാൻ പോകുന്ന സെമിനാർ ടോപ്പിക്സിലെ ഫസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ആറ്റം എക്കണോമി ഓർ ആറ്റം എഫിഷ്യൻസി ആണ്. The concept of atom economy or atom efficiency evaluates how much of the reactants of a reaction gets incorporated into final desired product. It is considered in terms of percentage of atom economy or percentage atom efficiency. അതായത് ആറ്റം എക്കണോമി ഓർ ആറ്റം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിയാക്റ്റൻ്റ് എത്രത്തോളം പ്രൊഡക്റ്റ് ആയി മാറുന്നു എന്നതിൻ്റെ ഒരു മെഷർമെൻ്റാണ്. അതായത് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മുഴുവനായിട്ടും ഡിസൈർഡ് പ്രൊഡക്റ്റായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ്റെ ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഇത് പെർസെൻറ്റേജിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ഫോളോസ്. പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി ഈസ് ഈക്വൽ ടു റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് ദ ഡിസൈർഡ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ദ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് ഇൻറ്റു 100. അതായത് പ്രൊഡക്റ്റിൻ്റെ റിലേറ്റീവ് മാസ്. ആറ്റം എക്കണോമി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി കാൽക്കുലേറ്റ് ചെയ്യാൻ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് ഡിസൈർഡ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ആ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്ത റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി കിട്ടും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കൺസിഡർ ദ അഡീഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ 1 mole ഓഫ് പ്രൊപ്പീൻ ആൻഡ് 1 mole ഓഫ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ടു ഈൽഡ് 1 mole ഓഫ് പ്രൊപ്പൈൻ. അതായത് 1 mole ഓഫ് പ്രൊപ്പീനും 1 mole ഓഫ് ഹൈഡ്രജനും അഡീഷൻ റിയാക്ഷനിൽ പങ്കെടുത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് 1 mole ഓഫ് പ്രൊപ്പൈൻ ഉണ്ടാവും. പ്രൊപ്പൈൻ്റെ മോളിക്കുലാർ മാസ് ഉണ്ടായിരിക്കുന്ന പ്രൊഡക്റ്റായ പ്രൊപ്പൈൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ്. റിയാക്റ്റൻസായ പ്രൊപ്പീൻ്റെ മോളിക്കുലാർ മാസ് 42 ആണ്. ഹൈഡ്രജൻ്റെത് 2 ആണ്. അപ്പം പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത് റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് ദ ഡിസൈർഡ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റിലേറ്റീവ് മാസ് ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് ഇൻറ്റു 100 അല്ലേ. അപ്പം പ്രോഡക്റ്റിൻ്റെ റിലേറ്റീവ് മോളിക്കുലാർ മാസ് 44 ആണ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസ് ആയ പ്രൊപ്പീൻ്റെ മോളിക്കുലാർ മാസ് 42 ആണ്. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് 2 ആണ്. അപ്പോൾ 44 ഡിവൈഡ് ബൈ 42 + 2 ഇൻറ്റു 100 ചെയ്താൽ 100 തന്നെ കിട്ടും. The above reaction is seen to be 100% of atom economical since there are no other byproducts. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്ത് പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത് 100% ആണ്. കാരണം എന്താ, ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷനാണ്. ഈ അഡീഷൻ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിയാക്റ്റൻസ് മുഴുവനായിട്ടും ഡിസൈർഡ് പ്രൊഡക്റ്റായിട്ട് മാറുന്നുണ്ട്. ഇവിടെ അതർ ബൈ പ്രൊഡക്ട്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷനിലെ പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത് 100% ആണ്. ലൈക്ക് ആൻ അഡീഷൻ റിയാക്ഷൻ, ആൻ ഓർഗാനിക് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ വുഡ് ഓൾസോ ബി 100% ആറ്റം എക്കണോമിക്കൽ. അഡീഷൻ റിയാക്ഷനെ പോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ്റെയും പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത് 100% ആണ്. കാരണം ഈ രണ്ട് റിയാക്ഷൻസിലും ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നില്ല. ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റൻസ് മുഴുവനായിട്ടും ഡിസൈർഡ് പ്രൊഡക്റ്റായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ്റെ പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി 100% ആയിരിക്കും. അതായത് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഡിസൈർഡ് പ്രൊഡക്റ്റിൻ്റെ മോളിക്കുലാർ മാസ് അവിടെ ഡിക്രീസ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷനിൽ പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി 100% ഉണ്ടാവില്ല. However, neither substitution reaction nor elimination reaction would be 100% atom economical because there would invariably be product other than the desired product. എന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലും എലിമിനേഷൻ റിയാക്ഷനിലും ആറ്റം എക്കണോമി എന്ന് പറയുന്നത് 100% അല്ല. കാരണം ഡിസൈർഡ് പ്രൊഡക്റ്റ് കൂടാതെ ഈ രണ്ട് റിയാക്ഷനും നടക്കുമ്പോൾ ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഡിസൈർഡ് പ്രൊഡക്റ്റിൻ്റെ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റിയാക്ഷനിലും പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി 100%-ലും കുറവായിരിക്കും.
greater the percentage of atom economy, the lower the amount of waste produced, the greener the synthesis would be. അതായത് ആറ്റം എക്കണോമി ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രീൻ സോൾവൻസ് ആണ്. The concept of green solvents signifies the goal to minimize adverse environment impact from the use of solvents in reaction. ഗ്രീൻ സോൾവൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ആ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന അഡ്വേഴ്സ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോൾവൻസിനെയാണ് ഗ്രീൻ സോൾവൻസ് എന്ന് പറയുക. The greenness of solvents is rather relative term because it would often be more apt to say that one particular solvent greener than the others for a particular process. The greenness of solvents എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ടേം ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ ഒരു പർട്ടിക്കുലർ സോൾവെൻറ്റ് മറ്റൊരു സോൾവെൻറ്റിന് ഈ റിയാക്ഷനിൽ മറ്റൊരു സോൾവെൻറ്റിനേക്കാൾ ഗ്രീനിയർ ആണ് എന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻനെസ് ഓഫ് സോൾവെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ടേമാണ്. മറ്റൊരു സോൾവെൻറ്റിനേക്കാൾ ഇത് ഈ റിയാക്ഷനിൽ ഉപയോഗിച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ അളവ് മറ്റേ സോൾവെൻറ്റിനേക്കാൾ മിനിമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻനെസ് ഓഫ് സോൾവെൻറ്റ് പറയുക. This also means that one solvent regarded to green for one process may not be so green after all for another process. അതുകൊണ്ട് തന്നെ എല്ലാ റിയാക്ഷനിലും എല്ലാ സോൾവെൻസും ഗ്രീനിയർ ആയിരിക്കില്ല. അതായത് ഓരോ പർട്ടിക്കുലർ റിയാക്ഷനും ഓരോ പർട്ടിക്കുലർ സോൾവെൻ്റ് ആയിരിക്കും ഗ്രീനിയർ ആയിട്ടുണ്ടാകുക. ഒരു റിയാക്ഷനിൽ ഗ്രീനിയറായ സോൾവെൻറ്റ് മറ്റൊരു റിയാക്ഷനിൽ ഗ്രീനിയർ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ റിയാക്ഷനും ഓരോ പർട്ടിക്കുലർ സോൾവെൻ്റ് ഉണ്ടാവും. In the broadest sense, a green solvent for a particular process is one by the use of which adverse environmental impact during its whole life cycle is the least. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ ഗ്രീൻ സോൾവൻസ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷനിൽ ഈ സോൾവൻസിൻ്റെ ലൈഫ് സൈക്കിളിൽ മുഴുവൻ ആ റിയാക്ഷൻ്റെ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന അഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്ത് ലീസ്റ്റ് ആക്കി മാറ്റുന്ന സോൾവൻസിനെയാണ് ആ റിയാക്ഷൻ്റെ ഗ്രീൻ സോൾവൻസ് എന്ന് പറയുക. There are many criteria that form the basis upon which a solvent may be labeled green. ഒരു സോൾവൻസ് ഒരു റിയാക്ഷന് ഗ്രീനിയർ ആണ് എന്ന് ലേബൽ ചെയ്യണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയനൊക്കെ ഉണ്ട്. അതാണ് അവൈലബിലിറ്റി, സിന്തസിസ്, പ്രൈസ്, ഗ്രേഡ്, സ്റ്റെബിലിറ്റി, ബയോഡിഗ്രേഡബിലിറ്റി, റീസൈക്ലബിലിറ്റി, ടോക്സിസിറ്റി, പെർഫോമൻസ്, ഫ്ലെയിമബിലിറ്റി, സ്റ്റോറേജ് ആൻഡ് റിന്യൂവബിലിറ്റി. Various indexing norms have been suggested for categorizing solvents in this respect. The solvents which satisfies the maximum of the required parameters in this respect is considered greener than the other for that process. അതായത് ഒരു റിയാക്ഷനിൽ മുകളിൽ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ മറ്റൊരു സോൾവെൻറ്റിനേക്കാൾ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് സോൾവെൻ്റ് ആണോ ആ സോൾവെൻ്റ് ആയിരിക്കും ആ പർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ ഗ്രീനിയർ സോൾവെൻ്റ് എന്ന് പറയുന്നത്. വാട്ടർ, സൂപ്പർ ക്രിട്ടിക്കൽ CO2, ionic liquids and some polymerized solvents have been found to be greener than other which regarded to some process. ചില പ്രോസസ്സിൽ വാട്ടർ, സൂപ്പർ ക്രിട്ടിക്കൽ CO2, അയണിക് ലിക്വിഡ് ആൻഡ് സം പോളിമറൈസ്ഡ് സോൾവെൻറ്റ്സ് ഒക്കെ മറ്റ് സോൾവെൻറ്റിനെ അപേക്ഷിച്ച് ഗ്രീനിയർ ആണ്. ദോ എ ജനറൽ കാറ്റഗറൈസേഷൻ ഈസ് റാദർ ഡിഫിക്കൾട്ട്. ഗ്രീനിയർ സോൾവെൻസിൻ്റെ ഒരു ജനറൽ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം ഓരോ പ്രോസസ്സിൽ ഓരോ സോൾവെൻറ്റ്സ് ആയിരിക്കുമല്ലോ ഗ്രീനിയർ. വാട്ടർ ഈസ് ഒബീവിയസ്ലി ദ ചീപ്പസ്റ്റ്, സേഫസ്റ്റ് ആൻഡ് മോസ്റ്റ് നോൺ ടോക്സിക് സോൾവെൻറ്റ്സ് ഇൻ ദ വേൾഡ്. വാട്ടർ എന്ന് പറയുന്നത് ചീപ്പസ്റ്റും സേഫസ്റ്റും മോസ്റ്റ് നോൺ ടോക്സിക്കുമായ ഒരു സോൾവെൻറ്റ്സ് ആണ്. സോ if water happens to satisfy the most other criteria for green solvents for a particular synthesis, it would
obviously be the ideal choice for the process. അതുകൊണ്ട് തന്നെ വാട്ടർ ഒരു ഗ്രീൻ സോൾവൻസിൻ്റെ ക്രൈറ്റീരിയ കൂടുതലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോസസ്സിൽ ഐഡിയലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോൾവൻസ് തന്നെയായിരിക്കും വാട്ടർ എന്ന് പറയുന്നത്. But for reaction that do not run in aqueous media, supercritical fluid have often been found to be preferred green solvents. പക്ഷേ ഈ റിയാക്ഷൻ ഒരിക്കലും അക്വസ് മീഡിയയിൽ carried out ചെയ്യുന്നില്ല. Supercritical fluid have been found to be preferred green solvents ആണ്. Alternative green solvents of choice may often be ionic liquid which are non-volatile and can provide non-aqueous reaction media for varying polarity. ഗ്രീൻ സോൾവൻസിന് പകരം അയണിക് ലിക്വിഡ് തിരഞ്ഞെടുക്കുക. അത് നോൺ വോളറ്റൈലാണ്. അതുകൊണ്ട് തന്നെ അത് നോൺ അക്വസ് റിയാക്ഷൻ മീഡിയ ഓഫ് വേരിയിങ് പൊളാരിറ്റി ആയിരിക്കും. ദ ഗ്രീനിയർ ദ സോൾവെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സിന്തസിസ്, ദ ഗ്രീനിയർ ദാറ്റ് സിന്തസിസ് ഈസ്. ലാസ്റ്റ് ടോപ്പിക്ക് ഗ്രീൻ സിന്തസിസ് ഓഫ് ഐബുപ്രോഫൻ ആണ്. ദിസ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആണ്. Ibuprofen is non-steroidal anti-inflammatory drugs used for relief of symptoms of arthritis and also as an antipyretics and analgesic. Ibuprofen എന്ന് പറഞ്ഞാൽ ഒരു നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. ഇത് സിംറ്റം ഓഫ് ആന്ത്രൈറ്റിസിനും അതുപോലെ തന്നെ ഇതൊരു ആൻറ്റിപൈററ്റിക്സ് ആണ്. ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫീവർ റിലീഫർ. അതുപോലെ തന്നെ ഒരു അനാൽജസിക്കും കൂടിയാണ്. അനാൽജസിക് എന്ന് പറഞ്ഞാൽ പെയിൻ റിലീവറാണ്. ദ സിന്തസിസ് ഓഫ് ദിസ് കോമ്പണൻറ്റ് ഈസ് പോപ്പുലർ കേസ് സ്റ്റഡി ഇൻ ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രീൻ്റെ ഒരു പോപ്പുലർ കേസ് സ്റ്റഡിയാണ് ഗ്രീൻ സിന്തസിസ് ഓഫ് ഐബുപ്രോഫൻ എന്ന് പറയുന്നത്. ദ ഒറിജിനൽ സിന്തസിസ് ഓഫ് ഐബുപ്രോഫൻ കൺസിസ്റ്റ് ഓഫ് 6 steps starting from the Friedel-Crafts acylation of isobutyl benzene. ഐബുപ്രോഫൻ്റെ ഒറിജിനൽ ബൂട്ട് സിന്തസിസ് എന്ന് പറയുന്നത് ഒരു 6 സ്റ്റെപ്പാണ്. ഇത് ഐസോബ്യൂട്ടൈൽ ബെൻസീൻ്റെ ഫ്രെഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ വഴിയാണ് നിർമ്മിക്കുന്നത്. ഇത് ആദ്യമായി നിർമ്മിച്ചത് ബൂട്ട്സ് കെമിക്കൽ കമ്പനിയാണ് ഇംഗ്ലണ്ടിലെ 1960. ഇതിൻ്റെ ഒറിജിനൽ സിന്തസിസ് ആണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഐസോബ്യൂട്ടൈൽ ബെൻസീനിൽ നിന്ന് 6 സ്റ്റെപ്പ് വഴി ഐബുപ്രോഫൻ ഉണ്ടാക്കുന്നത്. ദ എബോവ് മെൻഷൻഡ് സിന്തസിസ് റിസൾട്ടിങ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് അൺവാണ്ടഡ് വേസ്റ്റ് കെമിക്കൽ ബൈ പ്രൊഡക്ട്സ് ദാറ്റ് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് ഓഫ് ഓർ അതർവൈസ് മാനേജ്ഡ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഐസോബ്യൂട്ടൈൽ ബെൻസീൻ്റെ ഫ്രെഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ വഴി ഐബുപ്രോഫൻ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ സിന്തസിസ് അല്ല. കാരണം ഈ പ്രോസസ്സ് വഴി ഐബുപ്രോഫൻ ഉണ്ടാക്കുന്ന സമയത്ത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് അൺവാണ്ടഡ് വേസ്റ്റ് കെമിക്കൽ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സിന്തസിസ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അൺവാണ്ടഡ് കെമിക്കൽ ബൈ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ദ എബവ് സിന്തസിസ് ഹാസ് അബൌട്ട് 40% ആറ്റം എക്കോണമി ഓൺലി ആൻഡ് ദിസ് ഈസ് നോട്ട് എ ഗ്രീൻ സിന്തസിസ് അറ്റ് ഓൾ. ഈ ഒരു പ്രോസസ്സ് പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത് 40% ആണ്. അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. അൺവാണ്ടഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആറ്റം എക്കണോമി ഗ്രേറ്റർ ആവുന്ന സമയത്താണ് വേസ്റ്റിൻ്റെ അളവ് കുറയുന്നത്. ഇവിടെ ആറ്റം എക്കണോമി വളരെ കുറവായതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വേസ്റ്റിൻ്റെ അളവും കൂടുതലാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ഐബുപ്രോഫൻ നിർമ്മിക്കുന്നത് ഒരു ഗ്രീൻ സിന്തസിസ് അല്ല. An improved synthesis by BHC company required only 3 steps. This improved synthesis produces much less waste and has a high atom economy. BHC കമ്പനി ഈ ഐബുപ്രോഫൻ്റെ സിന്തസിസ് ഇംപ്രൂവ് ചെയ്തിട്ട് 3 സ്റ്റെപ്പിൽ ഉള്ള ഒരു പ്രോസസ്സ് ആക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്.
This improved synthesis produces much less waste and high atom economy. ഈ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആറ്റം എക്കണോമി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിലൂടെ ഐബുപ്രോഫൻ സിന്തസൈസ് ചെയ്യുമ്പോൾ ലെസ് വേസ്റ്റ് ആണ് ഉണ്ടാവുന്നുള്ളൂ. The synthesis start with the acylation of isobutyl benzene. ഐബുപ്രോഫൻ്റെ ഗ്രീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐസോബ്യൂട്ടൈൽ ബെൻസീൻ്റെ അസൈലേഷൻ വഴിയാണ്. ദ 4-isobutyl acetophenone products is hydrogenated in the presence of rhenane nickel to get the corresponding alcohol. അതായത് 4-isobutyl acetophenone rhenane നിക്കലിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനേറ്റഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോൾ കിട്ടുന്നു. ദീസ് സബ്ജക്റ്റഡ് ടു പലേഡിയം കാറ്റലൈസ്ഡ് കാർബണൈലേഷൻ ടു ഗെറ്റ് ഐബുപ്രോഫൻ. ഈ കിട്ടുന്ന ആൽക്കഹോള് കാറ്റലിസ്റ്റ് പലേഡിയത്തിൻ്റെ പ്രസൻസിൽ കാർബണൈലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐബുപ്രോഫൻ കിട്ടുന്നു. ദി സ്കീം ഈസ് ഗ്രീനിയർ സിന്തസിസ് ഈസ് ഷോൺ ബിലോ. ഇതിൻ്റെ ഗ്രീൻ സിന്തസിസ് ആണ് ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഐസോബ്യൂട്ടൈൽ ബെൻസീനെ ഹൈഡ്രജനേറ്റ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് റെനൈൻ നിക്കൽ ടു ഗെറ്റ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ കിട്ടുന്നു. ആ ആൽക്കഹോളിനെ പലേഡിയം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ കാർബണൈലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐബുപ്രോഫൻ കിട്ടുന്നു. ഇത് 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റിൻ്റെ അളവും കുറവാണ്. അതിനാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ അളവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രീൻ സിന്തസിസ് ആണ്. അപ്പം ഇത്രയാണ് എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.